25 വർഷത്തെ സേവന പരിചയമുള്ള ടെക്നീഷ്യന്മാർ കൂടാതെ എല്ലാ ടെസ്റ്റുകൾക്കും 15% വിലക്കിഴിവും. വൈറ്റമിൻ ടെസ്റ്റുകൾക്ക് പ്രത്യേക പാക്കേജും ഇവിടെ ലഭ്യമാണ്. വേഗമാകട്ടെ, ഈ അവസരം പ്രയോജനപ്പെടുത്തൂ. കാരുണ്യ ഡയഗ്നോസ്റ്റിക് ക്ലിനിക്കൽ ലബോറട്ടറി, ഒറ്റപ്പാലം. ഒറ്റപ്പാലം ബസ് സ്റ്റാൻഡിൽ സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ വർദ്ധിക്കുന്നതായി വാർഡ് കൗൺസിലർ സ്വരൂപ്. നഗരസഭയും പോലീസും കൃത്യമായി ഇടപെടൽ നടത്തണമെന്നും കൗൺസിലർ വ്യക്തമാക്കി. ഒറ്റപ്പാലം നഗരസഭ ബസ് സ്റ്റാൻഡ് പരിസരം സാമൂഹ്യ വിരുദ്ധരുടെ കേന്ദ്രമായി മാറുന്നതായി കൗൺസിലർ സ്വരൂപ്. ബസ് സ്റ്റാൻഡ് കോംപ്ലക്സിൽ പ്രവർത്തിക്കുന്ന ബിവറേജ് ഔട്ട്ലെറ്റിൽ നിന്നും മദ്യം വാങ്ങി ബസ് സ്റ്റാൻഡിലിരുന്ന് മദ്യപിക്കുന്നവരും മയക്കുമരുന്ന് ഉപയോഗം, വിൽപ്പന എന്നിവ നടത്തുന്നവരുടെയും എണ്ണം വർദ്ധിച്ചു വരികയാണെന്ന് സ്വരൂപിന്റെ പരാതി. ഒറ്റപ്പാലം നഗരസഭയും പോലീസും ഇടപെടൽ നടത്തി പരിഹാരം കണ്ടെത്തണമെന്നും സ്വരൂപ് ആവശ്യപ്പെട്ടു. നഗരസഭാ ബസ് സ്റ്റാൻഡും അതിനോട് അനുബന്ധിച്ചിട്ടുള്ള പരിസര പ്രദേശങ്ങളും സാമൂഹ്യ വിരുദ്ധം കൈയടക്കി വെച്ചിരിക്കുകയാണ്. ഒറ്റപ്പാലം ബസ് സ്റ്റാൻഡിൽ സ്ഥിതി ചെയ്യുന്ന ബീവറേജ് ഒരു സാമൂഹ്യ വിരുദ്ധരുടെ താവളമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ ബീവറേജിൽ നിന്നും മദ്യം വാങ്ങിയിട്ട് ഈ പരിസര പ്രദേശങ്ങൾ, ഒറ്റപ്പാലം ബസ് സ്റ്റാൻഡ് പരിസരവും അതുപോലെ തന്നെ സ്വകാര്യ വ്യക്തികളുടെ സ്ഥലവും കയ്യേറിക്കൊണ്ട് പരസ്യമായ മദ്യപാനം, അതുപോലെ തന്നെ അനാശാസ്യ പ്രവർത്തനങ്ങൾ, മയക്കുമരുന്നുകളുടെ വിൽപ്പന, ഉപയോഗം ഇവയെല്ലാം തകൃതിയായിട്ട് ഒറ്റപ്പാലം നഗരത്തിൻ്റെ ഹൃദയഭാഗത്ത് തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ വിഷയത്തിൽ അടിയന്തരമായിട്ട് ഒറ്റപ്പാലം നഗരസഭയും അതുപോലെ തന്നെ ഒറ്റപ്പാലത്തെ പോലീസ് ഉദ്യോഗസ്ഥരും ഇടപെടണം. നിലവിൽ പുറത്തിറങ്ങാൻ പറ്റാത്ത സാഹചര്യമുണ്ടെന്നാണ് പ്രദേശവാസികൾ പറയുന്നതെന്നും ഈ ഭാഗത്ത് CCTV ഉൾപ്പെടെ സ്ഥാപിച്ചുകൊണ്ട് സുരക്ഷ ഉറപ്പുവരുത്തണമെന്നും ഒറ്റപ്പാലത്തെ മാലിന്യമുക്തമാക്കുന്നതിൽ പരാജയപ്പെട്ട നഗരസഭ അതിനുവേണ്ടി ഇടപെടൽ നടത്തണമെന്നും സ്വരൂപ് വ്യക്തമാക്കി. പരിസര പ്രദേശങ്ങളിലുള്ള ആളുകൾ പറയുന്നത് അവർക്കൊന്നും റോഡിലേക്ക് ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയിൽ അത്രത്തോളം സാമൂഹ്യ വിരുദ്ധരുടെ അഴിഞ്ഞാട്ടമാണ് അവിടെ നടക്കുന്നതെന്നാണ്. ഇവിടെ CCTVകൾ സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ട്, പരിസരം സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട്, വേലികെട്ടി സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് നടപടികൾ അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടാവണം. ഇപ്പോൾ നമുക്കറിയാം, നമ്മുടെ മാലിന്യമുക്ത കേരളം, അതുപോലെ തന്നെ ക്ലീൻ ഒറ്റപ്പാലം, ഇതെല്ലാം വാക്കുകളിൽ ഒതുങ്ങുന്ന ഒരു പ്രവർത്തനമാണ് നടക്കുന്നത്. ഇതൊന്നും പ്രാവർത്തികമാക്കാൻ ഒറ്റപ്പാലം നഗരസഭയ്ക്ക് കഴിഞ്ഞിട്ടില്ല. ഇത് അവരുടെ വീഴ്ചയാണ്. ഈ വീഴ്ച ഉൾക്കൊണ്ടുകൊണ്ട് ഈ ഒറ്റപ്പാലം നഗരത്തിനെ മാലിന്യമുക്തമാക്കുന്നതിന് വേണ്ടിയിട്ടും സാമൂഹ്യ വിരുദ്ധരുടെ കൈകളിൽ നിന്നും ഒറ്റപ്പാലം ടൗണിനെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടലുകൾ ബന്ധപ്പെട്ട അധികാരികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം. ഒറ്റപ്പാലം ബസ് സ്റ്റാൻഡ് കോംപ്ലക്സ് കെട്ടിടത്തിന്റെ ബാക്കിൽ പ്രവർത്തിക്കുന്ന സപ്ലൈകോയ്ക്ക് മുൻപിൽ മഴ പെയ്താൽ ഉണ്ടാകുന്ന വെള്ളക്കെട്ട് പ്രശ്നം പരിഹരിക്കാൻ നഗരസഭ തയ്യാറാവണമെന്നും സ്വരൂപ് പറഞ്ഞു. നമുക്കറിയാം, ഒറ്റപ്പാലം സപ്ലൈകോ സ്ഥിതി ചെയ്യുന്നത് ഒറ്റപ്പാലത്തെ ബസ് സ്റ്റാൻഡ് കെട്ടിടത്തിലാണ്. ഈ സപ്ലൈകോൻ്റെ മുൻവശത്തിൽ ഒരു മഴ പെയ്ത ചെളിക്കുണ്ടായി നടക്കുന്ന ഒരവസ്ഥയാണ്. ഒരു വ്യക്തിക്ക്, ഒരു മനുഷ്യർക്ക് ആ പരിസര പ്രദേശത്തുകൂടെ അങ്ങോട്ട് നടക്കാൻ സാധിക്കില്ല. അവിടെ ചെളിക്കുണ്ടായി മാറിയിരിക്കുകയാണ്. ഇത്തരം ആ ചെളിക്കുണ്ട് അവിടെ മണ്ണിട്ട് നികത്തി, കോറി വേസ്റ്റ് അടിച്ച് ആ ചെളിക്കുണ്ട് നികത്തിയിട്ട് ഈ പരിസര പ്രദേശം കൂടി നല്ല രീതിയിൽ ജനങ്ങൾക്ക് ഉപയോഗമാകുന്ന രീതിയിൽ മാറ്റിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമം നഗരസഭയുടെയും ബന്ധപ്പെട്ട അധികാരികളുടെയും ഭാഗത്തുനിന്നും ഉണ്ടാവണം. ഒറ്റപ്പാലത്തിൻ്റെ ക്ലീൻ ഒറ്റപ്പാലം എന്നുള്ള വാക്ക് അത് വാക്കിലല്ല, വാക്യങ്ങളിലായിട്ട് ഒതുങ്ങാതെ പ്രവൃത്തിയിലൂടെ തെളിയിച്ചു കൊടുക്കണം എന്നുള്ളതാണ് ഈ അവസരം.